ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ടൊയോട്ട ഇന്നോവയാണ് വണ്ടി. അപ്പൊ ഇതിന്റെ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 4-5 ക്രാങ്ക് വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആയിട്ട് പിന്നെ നമ്മൾ പോയിട്ട് പിന്നീട് വണ്ടി ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ രാവിലെയാണ് ഈ സ്റ്റാർട്ടിങ്ങിന്റെ ഒരു ട്രബിൾ വരുന്നത്. ഒരു 4, ചിലപ്പോൾ ഒരു 5-6 ക്രാങ്ക് വരെ ചിലപ്പോൾ നീളുന്നുണ്ട്. ചിലപ്പോൾ ഒരു 4-5 ക്രാങ്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ലോങ് റാങ്കിങ് ആണ് വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ടുള്ള പാടുമാണ്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതിന്റെ ഹീറ്റർ പ്ലഗിന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഹീറ്റർ പ്ലഗിന് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടീഷനും കാര്യങ്ങളും നോക്കാം. ഇതിന്റെ ഹീറ്റർ പ്ലഗ് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഹീറ്റർ പ്ലഗും കാര്യങ്ങളും വരുന്നത്. 4 ഹീറ്റർ പ്ലഗ്, ഒന്ന് ലാസ്റ്റ് ഈ ഹോളിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഹീറ്റർ പ്ലഗ്, അങ്ങനെ 4 ഹീറ്റർ പ്ലഗ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഹീറ്റർ പ്ലഗ് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ EGR കണക്ഷനും കാര്യങ്ങളും ത്രോട്ടിൽ ബോഡിയുടെ ഭാഗങ്ങളെല്ലാം അഴിച്ചാൽ മാത്രമേ നമുക്കിതിന്റെ ഹീറ്റർ പ്ലഗ് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഹീറ്റർ പ്ലഗ് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടീഷൻ നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ 4 ഹീറ്റർ പ്ലഗും അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പഴയ ഹീറ്റർ പ്ലഗ്. അപ്പൊ ഇതിന്റെ അവസ്ഥയൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റർ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഭാഗത്തായിട്ട് കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഏതെങ്കിലും നെഗറ്റീവ് പോസിറ്റീവ് പോളിൽ ഇതിന്റെ ബോഡിയിൽ എർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് സ്പാർക്ക് ചെയ്ത് നോക്കുക. സ്പാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്പാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പാർക്ക് വരുന്നുണ്ടെങ്കിൽ ഹീറ്റർ പ്ലഗ് നല്ലതാണെന്നാണ് അതിന്റെ അർത്ഥം. ഇത് നോക്കിയാൽ മനസ്സിലാവും. ഒരു സ്പാർക്കും ഇതിന് കിട്ടുന്നില്ല. നമ്മൾ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ടിപ്പ് ചൂടാവുന്നില്ല. നമ്മൾ തൊട്ട് നോക്കാം. തൊടുമ്പോൾ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മീൻസ് ഈ ഹീറ്റർ പ്ലഗ് പോയതാണ്. രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തേത് നമ്മൾ വെക്കുമ്പോഴും ഒരു സ്പാർക്ക് ഇവിടെ വരുന്നില്ല. ഹീറ്റർ പ്ലഗ് ചൂടാവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഇത് നമ്മൾ വെക്കുമ്പോൾ തന്നെ വിത്തിൻ സെക്കൻഡിൽ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ചൂട് വരാൻ തുടങ്ങും. അപ്പോൾ 2 ഹീറ്റർ പ്ലഗും പോയതാണ്. മൂന്നാമത്തെ ഹീറ്റർ പ്ലഗ് നോക്കാം. മൂന്നാമത്തെ ഹീറ്റർ പ്ലഗ് നോക്കുമ്പോഴും ഇവിടെ ഒരു സ്പാർക്കും വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്പാർക്കും വരുന്നില്ല. അതുപോലെ തന്നെ ഇത് ചൂടാവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഈ നാലാമത്തേത് നമുക്ക് നോക്കാം. നാലാമത്തേതും അതേപോലെ തന്നെ ഒരു സ്പാർക്ക് ഇവിടെ കിട്ടുന്നില്ല. ഈ ഭാഗത്ത് ചൂടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ 4 ഹീറ്റർ പ്ലഗും ഒരേപോലെ പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ചെറിയൊരു ക്രാങ്കിങ് വ്യത്യാസം കാണും, 1-2 ക്രാങ്കിങ് വ്യത്യാസം വന്നു കാണും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂടിയിട്ടായിരിക്കണം ഈ മൊത്തത്തിലുള്ള ഹീറ്റർ പ്ലഗ് പോയേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുതിയ ഹീറ്റർ പ്ലഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പുതിയ ഹീറ്റർ പ്ലഗ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം. അതേപോലെ നമ്മൾ ബോഡിയിൽ ടച്ച് ചെയ്തു. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ചെറിയ സ്പാർക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക്, ഇത് നല്ല രീതിയിലുള്ള സ്പാർക്ക് ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പ് ചൂടാവും. ഈ ടിപ്പിൽ കൈ പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നല്ല രീതിയിൽ ചൂടായി പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇറത്ത് കൊടുത്തിട്ട് ചെക്ക് ചെയ്യരുത്. കൈ നല്ല രീതിയിൽ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ഇത് ചൂടായിട്ട് വരും. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇനി സ്പാർക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ കണക്ട് ചെയ്തു. ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള സ്പാർക്ക് ഇവിടെ വരുന്നുണ്ട്. മീൻസ് ഈ ഹീറ്റർ പ്ലഗും ഇങ്ങനെ സ്പാർക്ക് ആകുമ്പോൾ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ചൂട് വരും. അപ്പോൾ അവിടെ തൊട്ട് നോക്കാനായിട്ട് ശ്രമിക്കരുത്. കൈ പൊള്ളാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. ഈ ഹീറ്റർ പ്ലഗ് നമുക്ക് നോക്കാം. ഇതും സ്പാർക്ക് ആവുന്നുണ്ട്. ഇതും സ്പാർക്ക് ആവുന്നുണ്ട്. മീൻസ് ഇത് പുതിയ ഹീറ്റർ പ്ലഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് നോക്കിയപ്പോൾ ഒരു ഹീറ്റർ പ്ലഗ് പോലും ഇതിനകത്ത് സ്പാർക്ക് കാണിക്കുന്നതുമില്ല. നോക്കിയാൽ മനസ്സിലായി. ഇവിടെ സ്പാർക്ക് എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുന്നതുമില്ല. ഇത് ചൂടാവുന്നുമില്ല. അപ്പോൾ ഞാനിത് പറ്റിപ്പിടിച്ചേക്കാണ്. നമ്മളിവിടെ കൈവെക്കുന്ന സമയത്ത് ഒരു ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴേ നല്ല രീതിയിൽ പഴുക്കാനുള്ള സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഹീറ്റർ പ്ലഗും പോയതാണ്. അപ്പോൾ ടൊയോട്ടോ ഇന്നോവയാണ് വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ക്രാങ്കിങ്, അതായത് രാവിലെ സ്റ്റാർട്ട് ആവാനുള്ള മടി, ഒരു 4-5 കറക്കം കഴിഞ്ഞാലേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അങ്ങനെ നമ്മൾ ഹീറ്റർ പ്ലഗ് പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ബാറ്ററി പോകാനുള്ള ചാൻസ് ഉണ്ട്, ഡൈനോമയും കാര്യങ്ങളും സ്റ്റാർട്ടറും ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആദ്യം ചെറിയൊരു ക്രാങ്കിങ് വ്യത്യാസം വന്നു കാണും. അങ്ങനെ അടിച്ചടിച്ചിട്ടാണ് ഈ 4 ഹീറ്റർ പ്ലഗും പോകാനുള്ള ചാൻസ്. ഈ 4 ഹീറ്റർ പ്ലഗും വർക്കിംഗ് അല്ല, ഡെഡ് ഹീറ്റർ പ്ലഗ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ 4-5 ക്രാങ്കിങ് വരുന്നത്. അപ്പോൾ രാവിലെ സ്റ്റാർട്ടിങ്ങിന്റെ മടി ഉണ്ടെങ്കിൽ, ഡീസൽ വണ്ടികളിൽ രാവിലെ സ്റ്റാർട്ടിംഗ് മടിയിലുണ്ടെങ്കിൽ ഈ ഹീറ്റർ പ്ലഗിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഹീറ്റർ പ്ലഗിൽ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ചോളം ഈ ഹീറ്റർ പ്ലഗ് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ EGR കണക്ഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡിയുടെ കണക്ഷനും കാര്യങ്ങളും എല്ലാം അയച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ നോസിലിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അയച്ചാൽ മാത്രമേ ഇതിന്റെ ഹീറ്റർ പ്ലഗ് നമുക്ക് അയച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ടൊയോട്ട ഇന്നോവയുടെ രാവിലത്തെ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.